ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ സ്പേസ് ബൈ ഹാക്ക. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ജനറലി നമ്മളെപ്പോഴും വി ബ്രിങ് ഇൻ ഇത് ഒരു ഏതെങ്കിലും ഒരു ഡൊമൈനിലുള്ള ഒരു എക്സ്പേർട്ട് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കാം. ഇന്ന് എന്നാൽ ഐ എം ടേക്കിംഗ് എ ഡിഫറെൻറ്റ് റൗട്ട്. വി ഗോണ ടോക്ക് അബൌട്ട് എ പേഴ്സൺ ടുഡേ. ആൻഡ് പ്ലസ് കുറച്ചും കൂടെ റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് ഹിസ് ജസ്റ്റ് 22, started a career, building the career in marketing space. And what a nice story. Okay, so ഞാനായിട്ട് ആ സ്റ്റോറിയിലേക്ക് കുറേ കാര്യങ്ങൾ ഇൻപുട്ട് തരുന്നില്ല ഇനീഷ്യലി തന്നെ. ഐ ലെറ്റ് ടിസ്മിൻ ഡു ദാറ്റ്. ആൻഡ് വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ടിസ്മിനെ മീറ്റ് ചെയ്യുന്നത്. We'll get into that later on. Okay, so hi Tismin, welcome to the space and thank you so much for being here. So I'll start with very cliche, very simple question, right? ആരാണ് ടിസ്മിൻ, എന്താണ് ടിസ്മിൻ ചെയ്യുന്നത് at the moment? Okay, I'm Tismin. So I am a marketer right now. Past 4 years ആയിട്ട് നമ്മൾ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു മീഡിയ ബയർ റോളിലാണ് ചെയ്യുന്നത്. പെയ്ഡ് ആഡ്സ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു, കോണ്ടന്റ് സ്ട്രാറ്റജീസ് ചെയ്യുന്നു, ക്രിയേറ്റീവ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു കറൻ്റ്ലി. ആൻഡ് ഒരു എനിക്ക് കിട്ടുന്ന ഒരു സോ കോൾഡ് ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോവാത്ത ഒരു താന്തോന്നി, അതാണ് നമുക്ക് എപ്പോഴും പറ്റുന്നൊരു സംഭവം. പക്ഷെ ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ടുക്ക് ദിസ് കരിയർ. ഐ കെയിം ലോങ് ദിസ് വേ. ഈവൻ ഇഫ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പോഡ്കാസ്റ്റിന്, ബിക്കോസ് ദിസ് വാസ് വിത്ത് മീ ഫ്രം ദ സ്റ്റാർട്ടിങ്. അപ്പോൾ ദിസ് ഈസ് സംതിങ് ഇമോഷണൽ ടു മീ ഓൾസോ. സോ ദിസ് ഈസ് അബൌട്ട് മീ, എ മാർക്കറ്റർ ഡൂയിങ് ഹിസ് സ്റ്റഫ്, ടെസ്റ്റിംഗ് ഔട്ട്, ഫെയിലിംഗ് and experimenting. Okay, so 22 വയസ്സ്. Okay, 4 years already into the marketing space. How did it happen? Because at 18, 12th കഴിഞ്ഞു. Right now your friends, they're still in college, mostly graduated ആയിരിക്കില്ല, or either recently graduated ആയിരിക്കും. So how did you get started and why marketing? I know അതിൻ്റെ ഒരു ക്രക്സ് അറിയാം, പക്ഷെ I want to know how did it happen? So actually 12th കഴിഞ്ഞ് നിൽക്കായിരുന്നു. By the way, ടിസ്മിൻ ഒരു സ്റ്റുഡൻ്റ് അല്ല, അലുമിനി അല്ല, ഒന്നുമല്ല. സോ ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ ഓർ എനിത്തിങ്. സോ കമ്മിങ് ബാക്ക്. സോ 12th കഴിഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഡിഗ്രിക്ക് പോകുന്ന കുറച്ച് സീനിയേഴ്സ് അല്ലെങ്കിൽ കസിൻസ് അവരെ കാണുന്നത്. അപ്പോൾ ദേ വർ ലൈക്ക്, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, 3 years വേസ്റ്റ് ആവാന്നല്ലാണ്ട് ദേ ഡോണ്ട് ഹാവ് എ എയിം, അല്ലെങ്കിൽ ഓക്കെ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു 3 years ബാക്ക് വരെ ചിന്തിച്ചിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത്. ഫോർ ദ സേക്ക് ഓഫ് ടേക്കിംഗ് എ ഡിഗ്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മേലെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നമ്മൾ ഈ 10A+ കാറ്റഗറി അല്ലെങ്കിൽ ഫുൾ മാർക്ക് കാറ്റഗറി ഒരാളായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ഇസ്, വൺ ഡേ ഐ ഡിസൈഡഡ് ഐ വോണ്ട് ഗോ ടു കോളേജ്. ഓക്കെ, മൈ ഡ്രീം വാസ് ലൈക്ക് IIT, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡ്രോപ്പ് ഔട്ട് ആയാലും നമുക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടിൽ. സോ അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു വി ക്യാൻ ഡൂ സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ആദ്യം പ്രോട്ടോടൈപ്പ് എന്ന് പറയും, ബ്രോക്ക് ക്യാമ്പ്. അപ്പോൾ ഐ വെൻറ്റ് ദെയർ, ലേൺ കോഡിങ് ബൈ മൈ സെൽഫ്. പക്ഷേ അത് നമ്മുടെ ഒരു കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. എനിക്കത് കോഡിങ് നമുക്കൊരു ഇതാവുന്നില്ല. മൈ ഫാദർ വാസ് ഇൻ ടു ബിസിനസ്. അപ്പോൾ ദെൻ ഐ തോട്ട് ഐ ഡൂ ദ സെയിം. എൻ്റെ ചേട്ടനാണെങ്കിൽ എനിക്ക് സെയിൽസുമാണ്. അപ്പോൾ ദെൻ ഐ കെയിം ടു മാർക്കറ്റിംഗ്. അന്നേരമാണ് ദ വൺ ആഡ് ഞാൻ കണ്ട് എനിക്ക് ഇതാവുന്നത്, ഹാക്കയിലത്തെ ദിസ് ആൻഡ് ദാറ്റ് ഗൈ, ദ ഹാക്ക ഗൈസ് അങ്ങനെയാണെങ്കിൽ പറയാം. ഞാൻ ആഡ്സ് കാണുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ സ്പേസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒരു തോന്നിയത്. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ഈ സ്കാമൊക്കെ ഉണ്ട്. ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഞാനത് കാണുന്നു. ഒരു എന്താ പറയുക, ഇതെന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ തോന്നുന്നു. ഫസ്റ്റ് ഇൻസ്പയർ ആവുകയല്ല ചെയ്ത്, എന്താണെന്ന് മനസ്സിൽ കൺഫ്യൂഷൻ ആയിരുന്നു, എന്താണ് സംഭവം, ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി വന്നു. ദെൻ ഐ സ്റ്റാർട്ട് റിസർച്ചിങ്, ഇതെന്താ സംഭവം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഈ നമ്മുടെ നാട്ടിൽ ഇത് വരുന്നേ ഉള്ളൂ, അധികം ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷേ ബിഗ് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട് ഈ സംഭവം, അല്ലെങ്കിൽ നമ്മളൊന്നും ഈ ആഡ്സ് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഒരു ദിവസം ഐ വെൻറ്റ് ടു അമ്മ ആൻഡ് ഐ ടോൾഡ് ഹർ ദാറ്റ് ദിസ് ഗൈ ഈസ് ഡൂയിങ് സംതിങ്. ഇവർ ഈ സംഭവം ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെയാണ്. അമ്മ വാസ് ലൈക്ക്, അതെന്താ, ഒരു സംഭവമാണ്, മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട സംഭവമാണ്. ദേ ആർ ഡൂയിങ് ദിസ്, ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി വെൽ, സോ ഐ ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അപ്പോൾ ഷീ വാസ് ലൈക്ക്, ഇതിനൊക്കെ പോകണ്ടേ? ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. സോ ദാറ്റ് വൺ ആഡ്
ഞാനിപ്പോൾ റീസെൻ്റ് ഒരു ആഡ് കണ്ടു ഇങ്ങനെ പിടിച്ചൊരു ക്രിയേറ്റീവ് നിൽക്കുന്നത്. സോ അത് മുതൽ ഇതുവരെ ഐ വാസ് ലൈക്ക്, അപ്പോൾ അതാണ് എനിക്ക് ഒരു ഫിഗർ ഔട്ട് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത്. ഓക്കെ, എനിക്ക് കോച്ചിങ് ആക്ച്വലി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ പോകുന്നു എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ലീഡ് ഫോം ജനറേഷൻ ആണോ അതൊന്നും എനിക്ക് അറിയത്തില്ല. ആഡ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ അതിൽ ഹുക്കായി വീണു, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നോ സംസാരിക്കാൻ പറ്റുമെന്നോ ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്ന് വീഴുന്നത്. ആൻഡ് ലിങ്ക്ഡിനിലേക്ക് കയറുന്നു, അപ്പോൾ അതിനെ കാര്യം പഠിക്കാൻ തുടങ്ങി, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നു, അത് ഇൻറ്റേണായിട്ട് പോയി. അപ്പോൾ ഐ ഗോട്ട് 1000 rupees per month സ്റ്റൈപ്പൻ്റ് ആയിട്ട്. സോ മൈ ഫാദർ വാസ് ലൈക്ക്, ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പൈസ തരാണല്ലോ, ഇത് ഒരുപാട് ചിലവായി വരികയാണല്ലോ എന്ന രീതിയിലൊക്കെ. ബട്ട് ഐ ഡോണ്ട് നോ, മേ ബി മൈ പാരൻസ്, ഐ എം ബ്ലെസ്ഡ് വിത്ത് മൈ പാരൻസ്, ദേ ആർ ലൈക്ക് ചെല്ല്, ഞാൻ എന്തായാലും ഫിഗർ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചല്ലേ, ടേക്ക് യുവർ ടൈം. ആ സമയത്താണെങ്കിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ട്സ്, മൈ സെയിം ഏജ് പീപ്പിൾ കോളേജിൽ കയറി, ദേ ആർ ഡൂയിങ് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ഒക്കെ ആവാറായി. ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിങ് വിത്തൗട്ട് എ ഡിഗ്രി, ഒന്നുമില്ല, ഒരു പാതാളത്തിൽ വേണമെങ്കിൽ പറയാം, ഭൂമിയിൽ പോലും എത്തിയിട്ടില്ല, 0 പോലും എത്തിയില്ല, മൈനസിൽ നിൽക്കുകയാണ്. ആൻഡ് ഐ സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി അപ്പോയിൻറ്റഡ് മീ ആസ് എൻ ഇന്റേൺ. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. വൺ മിസ്റ്റർ ഇഡ് എന്നാ പറയാ, ഇഡ് എന്നാണ് ആളുടെ പേര്, IT ഇഡ്, ടെക് ബിസ് ഡിജിറ്റൽ എന്നാണ്, ചാവക്കാടാണ് തൃശ്ശൂരുള്ളത്. ദേ ഹയർഡ് മീ ആസ് എൻ ഇന്റേൺ, ഞാൻ അവിടെ വർക്ക് ചെയ്തു. ആൻഡ് ദേ ഓൾസോ ട്രൈ ടു റിട്ടേൺ മീ ദേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഐ ഹാവ് ടു വർക്ക് മോർ തിങ്സ് എന്ന രീതിയിൽ. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെയാണ് ഇമാൻ ഗാഡ്സി, യൂട്യൂബ് ഗുരുസ്, അവരെ കാണുന്നത്, അവരുടെ ഓരോ നോക്കി. ബെൻ ഹീത്ത് ആണ് ഇപ്പോഴും എൻ്റെ ഒരു ഗോ ടു ആളെന്ന് പറയുന്നത്. യൂട്യൂബ് കയറുക, ബെൻ ഹീത്ത്. പിന്നെ ഇപ്പോഴാണ് റീസെൻ്റ്ലി അലക്സ് ഹോർമോസി ഒക്കെ വന്നിട്ട് അവരുടെ ഓരോരോ സെയിൽസ് പരമായ കാര്യം നോക്കാറ്. ഹൗ ഡേ ആർ ഡൂയിങ് ദ ഓഫ്ലൈൻ തിങ്, ഓൺലൈൻ തിങ്, സെയിൽസ്, മാർക്കറ്റിംഗ് ആണെങ്കിൽ ബെൻ ഹീത്ത്, ഈ പെയ്ഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ നോക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, അത്തരം കാര്യങ്ങളൊക്കെ. പിന്നീടാണ് ഈ ഒരു റൈസ് വരുന്നത് കേരളത്തിൽ, ഏജൻസീസ്, അക്കാഡമീസ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത ജോലിക്ക് പോകുന്ന സമയത്ത് എവിടുന്ന് പഠിച്ചു വന്നേ, ഞാൻ അക്കാഡമി പോയിട്ടില്ല, റിജക്റ്റഡ്. അടിപൊളി. ഡിഗ്രി ഉണ്ടോ, ഇല്ല, റിജക്റ്റഡ്. ഓക്കെ, അപ്പോഴാണ് ദ തേർഡ് പോയിന്റ്, വിച്ച് ഈസ് ഉമർ, ഈ എൻ്റെ ഫ്രണ്ടാണ്, ഇപ്പോൾ പ്രോട്ടോടൈപ്പിലെ പ്ലേസ്മെൻറ്റ്സ് ഓഫീസറാണ്, ഹെഡ് ഓഫ് പ്ലേസ്മെൻറ്റ്സ് ഓഫീസറാണ്. ഹി ടോൾഡ് മീ ബിൽഡ് എ പോർട്ട്ഫോളിയോ. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം, നമ്മൾ ചെയ്ത പണി കാണിക്കും. എന്നിട്ടാണ് ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഓതറൈസ് ഡീലർഷിപ്പ് ഉണ്ട്, ഹൈസൺ മോട്ടോഴ്സിൽ. അപ്പോൾ അവിടുത്തെ AGM ഉണ്ട്, വില്ലി ജോൺസൺ. സോ ഹീ ഈസ് ദ വൺ ഹു ഇൻ്റർവ്യൂഡ് മീ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗൂഗിളിൻ്റെ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഹബ്സ്പോട്ടിൻ്റെ ഉണ്ട്, എല്ലാം വെച്ച് കൊടുത്തു. അപ്പോൾ ആൾ മാറ്റി വെച്ചിട്ട്, തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, താൻ അത് പറയും, ഞങ്ങളുടെ സെയിൽസ് കൂട്ടാൻ അല്ലെങ്കിൽ ബിസിനസ് കൂട്ടാൻ, ലീഡ് ജനറേറ്റ് ചെയ്യാൻ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇതൊക്കെ പേപ്പറാണ്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്ക് ഉത്തരവൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ദിവസം സമയം വേണം. അപ്പോൾ 2 ദിവസമോ, ഇന്ന ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊയ്ക്കോളാം, അതിൽ വേറെ ജോലി നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് 2 ദിവസം ബ്രെയിൻ സ്റ്റോമിങ് സമയം എന്തായോ, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ അവർ ടാറ്റ EV ബ്ലൂം ആവുന്ന സമയമാണ് ഞാൻ ഇവിടെ കയറുന്ന സമയത്ത്. അപ്പം EV വാസ് ലൈക്ക് സംതിങ് മല്ലു പീപ്പിൾ വെയർ വെരി സ്കെപ്റ്റിക്കൽ. ഓ ഡെഫിനറ്റ്ലി, ഭയങ്കര അവർക്ക് പേടിയായിരുന്നു. അവർക്ക് ദൂരയാത്ര ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് പരിപാടിയിലായി പോവോ, വിളിച്ച ആൾക്കാരെ കിട്ടുമോ. അപ്പം ടാറ്റ ഇവിടെ ബ്രാൻഡിങ് ഈസ് ബ്രില്യൻറ്റ്. നല്ല അവർക്ക് ഒരു BGM ഉണ്ട്, വലിയ വലിയ ബ്രാൻഡ്സ് പോലെ. അവർക്കൊരു കളർ തീം ഉണ്ട്. സോ ഒരു ബിഗ് പ്ലെയർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് തിങ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കയറുമ്പോഴാണ്. ദെൻ ഈ സെക്കൻഡ് ഡേ ഞാൻ വീണ്ടും ചെല്ലുന്നു, ഇതേ ലാപ്ടോപ്പ് ബാഗ്, ഇതേ ലാപ്ടോപ്പ്, റിസർച്ച് ആക്കി ഉദ്ദേശിച്ച് ഇത് തന്നെയാണ് എടുത്തത്, യൂസ് ചെയ്തത്. ദെൻ ചെല്ലുന്നു, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. ആൻഡ് ഈ വാസ് ലൈക്ക്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമതേ പാളി. രണ്ടാമത് നമുക്ക് പല ആഡ്സ് ചെയ്യാം, ക്രിയേറ്റീവ്സ് ചെയ്യാം എന്ന് പറഞ്ഞു. ക്രിയേറ്റീവ്സ്, അപ്പോൾ വാസ് ലൈക്ക് യെസ്. അപ്പം ദിസ് കമ്പനി ആ ലെവലിൽ എത്തിയിട്ടില്ല, ഞാൻ എത്തി നിൽക്കുന്ന ലെവലിൽ. അപ്പോൾ ക്രിയേറ്റീവ്സ് എന്ന് പറയും, അപ്പോൾ ഫ്ലയർ എന്നല്ല പറയാ. അപ്പോൾ ഞാൻ അവിടെയും പാളി. അപ്പോൾ അവർ ക്രിയേറ്റീവ്സ് കഴിഞ്ഞാൽ ഫ്ലയർ ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ 2-3 ഐഡിയാസ് പറഞ്ഞു, വിച്ച് ഇസ് ലൈക്ക് ആ ബിഗ് വൺ. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്രിയേറ്റീവ്സ് ചെയ്യാം, വീഡിയോസ് ചെയ്യാം, ആഡ് ക്യാമ്പയിൻസ് ചെയ്യാം, ദെൻ ഒരു ട്രസ്റ്റ് ഫാക്ടർ കൊണ്ടുവരാം. അപ്പോൾ അവർ അന്ന് നെക്സോൺ ഒക്കെ ഇറങ്ങുന്ന സമയം, ടാറ്റ നെക്സോൺ EV ഒക്കെ. അപ്പോൾ ഐ വാസ് ലൈക്ക് ടെല്ലിങ് ഹിം ദാറ്റ് എനിക്ക് 2 കാറ് എനിക്ക് നിങ്ങൾ തരണം. അതെന്തിനാന്ന് ചോദിച്ചു. 2 എക്സിക്യൂട്ടീവ്സിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുഴയ്ക്കൽ പാടം എന്ന് പറയും, പൂങ്കുന്ന ശോഭ സിറ്റി മോളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. എനിക്ക് 2 വണ്ടി പാടത്തിറക്കണം, അതായത് വെള്ളം കെട്ടിക്കുന്ന സമയത്ത്. എന്നിട്ട് ഈ വണ്ടി ഓടിക്കണം.
ആൻഡ് അതെനിക്ക് വീഡിയോയ്ക്ക് ഷെയർ ചെയ്യണം. സോ പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇതിൽ വെള്ളം കയറത്തില്ല, ബാറ്ററിക്ക് പ്രശ്നം വരത്തില്ല, അത്തരം കാര്യങ്ങളൊക്കെ. ദെൻ രണ്ടാമത് പ്രൊപ്പോസ് ചെയ്ത പരിപാടിയാണ് വെബ് ആപ്പ് നമുക്ക് ചെയ്യാം, വേർ ചാർജിങ് സ്റ്റേഷൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഓൾ ഓവർ ഇന്ത്യ. അതുകൂടാതെ തന്നെ അവർക്കിത് പ്ലാനും ചെയ്യാൻ പറ്റണം. ഇപ്പോൾ കേരള ടു ബാംഗ്ലൂർ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്ര ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും. ആ സെക്കൻഡ് പ്ലാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇത് ഓൾറെഡി ടാറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ദ ജോബ് ദെയർ. അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്റേൺ ആയിട്ട് പോകുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ എഫേർട്ടിൻ്റെ പൈസ, ദ എമൗണ്ട് ഓഫ് പട്ടിപ്പണി ഞങ്ങൾ പറയില്ലേ, വിച്ച് ഐ ടുക്ക്, അതായിരുന്നു പൈസ. ദെൻ സ്കിൽസിനായി അവിടെ എത്തിയോളം മനസ്സിലായത് ഐഡിയയ്ക്കും പൈസ കിട്ടുമെന്ന് മനസ്സിലായത്. വി ക്യാൻ ഐഡിയേറ്റ് സംതിങ്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അവിടെ പിന്നെ ഫുൾ ഐഡിയേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കൊറോണ കഴിയുന്നൊരു സമയമാണ്. അപ്പോൾ ഓൺലൈൻ ഒരു ഇത് മാറി. പീപ്പിൾ നീഡ് എക്സാജറേറ്റഡ് കോണ്ടന്റ് വേർ പീപ്പിൾ കം ഓൺ വോയിസ് പറഞ്ഞിട്ട് ഹേ ഗൈസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാർ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവമായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഡിഡ് ഇറ്റ്. സോ അവിടെ ഒരു 12-13 പേര് ഉണ്ടായിരുന്നു ടെലികോളേഴ്സ്. ഇവ ലീഡ്സ് ജനറേറ്റ് ചെയ്യായിരുന്നു, കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ ടീം മാനേജ്മെന്റ് ഞാൻ പഠിക്കുന്നത്. എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അവരോട് സംസാരിക്കണം, എങ്ങനെ ഫീഡ്ബാക്ക് എടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ. ദെൻ വാസ് ഗോയിങ് ഗുഡ്. അപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് കോൾ വരുന്നത്. എൻ്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യായിരുന്നു, ഹെഡ് ഷെയർ ഫിക്സിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങളൊക്കെ ചെയ്യണം, അവരിങ്ങനെ ഓടി ചെയ്യുന്നുണ്ട്. സോ ഈസ് എ ഏജ്ഡ് ഗൈ. അപ്പം അവർക്കൊരു ഫ്രഷ് ഒരാളെ കിട്ടിയ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഐ വെന്റ് ദെയർ. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പോരുക ചെയ്ത്. ദെൻ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര വാസ്റ്റായി. ഒരു കിണറെന്നല്ല, ഒരു കുളത്തുനിന്ന് പിന്നെ പോകുന്നത് കടലിലോട്ടാണ്. ബിക്കോസ് അവർക്ക് 4 രാജ്യങ്ങളിലുള്ള ബ്രാഞ്ചസ് ഉള്ളത്, UK, UAE, കുവൈറ്റ്, ഇന്ത്യ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കൾച്ചർ ഡൈവേഴ്സിറ്റി എന്താണ്. ഓടിക്കുന്ന ആഡ് ജനറൽ ആയിട്ട് കാര്യമില്ല. സോ അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത്തരം വ്യത്യാസങ്ങളുണ്ട്. ദ വേ വി പ്രൊമോട്ട് അവർ തിങ്സ്, ദ വേ വി മാർക്കറ്റ് അവർ തിങ്സ്. അതെന്ന് പറഞ്ഞാൽ ഹെയർ ഫിക്സിംഗ് ആണ്. ഹെയർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടോപ്പിക്കിന്റെ നിഷാണത്. ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, PRP ഉണ്ട്. സോ അപ്പോൾ ആദ്യം എനിക്ക് ബിസിനസ് ഫുൾ പഠിക്കണമെന്നുണ്ടായിരുന്നു. അത് ഫുൾ പഠിച്ചു. ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് ഞാൻ സെയിൽസ് മാനേജറായിട്ട് ഇരുന്നു. ബിക്കോസ് എനിക്കറിയണം എങ്ങനെ സെയിൽസ് വരികയെന്ന്. അപ്പോൾ സെയിൽസിൽ നമ്മൾ ഒരു 10 lakh ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യായിരുന്നു. കസ്റ്റമേഴ്സ് വരുന്നു, ലീഡ്സ് കോൾ ചെയ്യുന്നു, സംസാരിക്കുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സെയിൽസ് കോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീടാണ് ഞാൻ അവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് എനിക്ക് ഒരു പ്രൊമോഷൻ രീതിയിൽ അവർ ചെയ്തു തന്നു. അവരെനിക്ക് ഒരു 4 ബ്രാഞ്ചസ് തന്നു ചൈനയിലുള്ളത്, അതായത് ഒട്ടും മൂവ് ആവാത്ത 4 ബ്രാഞ്ചസ്. ആഡ്സ് റൺ ചെയ്തോ. ഹീ ടോൾഡ് മീ യു ക്യാൻ സ്പെൻഡ് 1 lakh മെറ്റാഡ്സ് ചെയ്തോളാൻ പറഞ്ഞു. ആദ്യം ഞാൻ ഒരു 10K സ്പെൻഡ് ചെയ്ത് ആഡ് റൺ ചെയ്തു. മൊത്തത്തിൽ പാളി. ബിക്കോസ് തമിഴ് പീപ്പിൾ ഹാവ് ദിസ് തിങ് ലൈക്ക് ഒരുപാട് പ്രൊഫഷണൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട്. കൾച്ചർ വൈസ് അല്ല പറയുന്നത്, ദാറ്റ് ഓഡിയൻസ് വി ആർ ടാർഗറ്റിംഗ് ഹാവ് എ ഡിഫറെന്റ് ടേസ്റ്റ്, ബിഹേവിയർ ഡിഫറെന്റ് ആണ്. അതെ, എക്സാക്ട്ലി. നമ്മൾ വേണമെങ്കിൽ പ്രോ കോണ്ടന്റ് കൊടുക്കാം, ബട്ട് ദേ ആർ ഇൻ ടു ലൈക്ക് അവരൊരു ലൈക്ക് ദിസ് തിങ് കോസ്റ്റ് അറൌണ്ട് 10,000 to 2 lakh ആണ് ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി പീപ്പിൾ ബിലോ 50K വാങ്ങത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് ദ തിങ്. ദെൻ മാറ്റി പിടിച്ചു, ടെസ്റ്റിമോണിയൽസ് ആയി. പക്ഷെ ടെസ്റ്റിമോണിയൽസ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഹെയർ ഫിക്സിങ് ആയതുകൊണ്ട് തന്നെ ഇവർ സമ്മതിക്കത്തില്ല, കാണിക്കാൻ പറ്റില്ല. ഇല്ല, അവര് പ്രിവസി ഇല്ല. ഞാൻ ഗൂഗിൾ റിവ്യൂ പോലും ചെയ്യത്തില്ല. ജസ്റ്റ് ഇമാജിൻ, എനിക്ക് ഗൂഗിൾ റിവ്യൂ പോലും കാണിച്ച് SEO ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് ഒന്നും സമ്മതിക്കത്തില്ല, എനിക്കതൊന്നും ചെയ്യത്തില്ല. ദെൻ വാട്ട് വി ഡിഡ് ഇസ് ലൈക്ക് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആളൊരു പോഡ്കാസ്റ്റ് പോലെ കൊണ്ട് പിടിച്ചിരുത്തി. സോ ഐ വിൽ ബി ദീസ് ഗൈസ്. ഞാൻ അങ്ങനെ നിന്നിരുന്ന ആളാണ്. എനിക്ക് പിന്നിലൊക്കെ എപ്പോഴും ഇഷ്ടം. എനിക്ക് ഇപ്പം ഞാൻ നോവസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ പോഡ്കാസ്റ്റ് സംസാരിച്ചു. ഐ റോട്ട് ദ സ്ക്രിപ്റ്റ്, ഐ റോട്ട് എ ക്വസ്റ്റ്യനെയർ ആൻഡ് ഇങ്ങനത്തെ റിപ്ലൈസ് വന്ന ഗുഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഹി ഡിഡ് എ വെരി ഗ്രേറ്റ് ജോബ്. അത് ഞാൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വർക്ക് റിയലി വെൽ. ഒരു 13K to 14K സ്പെൻഡ് ചെയ്തിട്ട് ഒരു 3 lakhs നമ്മൾ തിരിച്ച് കൊണ്ടുവന്നു, ബിസിനസ് കൊണ്ടുവന്നു. ആൻഡ് ആഫ്റ്റർ കൊറോണ തമിഴ്നാട് ബ്രാഞ്ചസിൽ അതായിരുന്നു ബിസിനസ് ഉള്ള മന്ത്. അങ്ങനെ ദേ പ്രൊമോട്ടഡ് മീ ആസ് എ ഹെഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ 4 ബ്രാഞ്ച് എന്നുള്ളത് അത് 43 ബ്രാഞ്ചായി. അപ്പോൾ ഒരു ലെവൽ അൺലോക്ക്, ബൂം, നെക്സ്റ്റ് ലെവൽ കയറിയ പോലെ. അപ്പോൾ അങ്ങനെ ദെൻ അത് മാറി, അത് 43 ബ്രാഞ്ചസായി. അപ്പോഴാണ് ഈ കൾച്ചർ ഡൈവേഴ്സിറ്റി വരുന്നത്. അറബിക് കോണ്ടന്റ്, ദെൻ ഇംഗ്ലീഷ് കോണ്ടന്റ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുഗു, ഹൈദരാബാദൊക്കെ ഉണ്ടായിരുന്നു ഒരു ബ്രാഞ്ചസ്, പിന്നെ പൂനെ. അപ്പോൾ ഒരു വാസ്റ്റ് ആയിട്ട് നമ്മൾ മാറി.
ദെൻ അവിടെ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുക, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ നിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവസി നോക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൽ വർക്കൗട്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ജീവിതം നല്ലപോലെ മടുത്തു. ഭക്ഷണം, ട്രാവലിംഗ്, ട്രാഫിക്, പിന്നെ നേരെ തിരിച്ചു പോകുന്നു. ഫുഡൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് ഇപ്പോൾ കോഴിക്കോട് വന്നെത്തി. ഫുഡിൻ്റെ ദ ബെസ്റ്റ് പ്ലേസ്, എനി ഡേ ഐ വിൽ ടെൽ ദാറ്റ് കോഴിക്കോട് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ലിവ് ഇൻ. സോ റൈറ്റ് നൗ ഐ എം ഇൻ ടാക്സ്കാൻ. ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ, ദെൻ ഷോപ്സ്, ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ട് വേർ ദേ സെൽ ലോ ബുക്സ് ആൻഡ് ഓൾ. ദെൻ തേർഡ് ഓഫ് ഓൾ അവർക്കുള്ളത് ഒരു അക്കാഡമിയാണ് വേർ ദേ സെൽ കോഴ്സസ് ഫോർ ദീസ് പ്രൊഫഷണൽ CA, അക്കൗണ്ടൻസ് ആൻഡ് ദോസ് തിങ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ബിക്കോസ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ദേ വെർ ഹാവിങ് 7K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഐ മീൻ 7,000 രൂപയുടെ റവന്യൂ ആയിരിക്കും അവർ വരുന്നുണ്ടായിരുന്നു. August 22 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കറക്റ്റ് 5th month ആണ്. യെസ്റ്റർഡേ വി മേഡ് 50K പെർ ഡേ ആൻഡ് ദി എമൗണ്ട് ഐ സ്പെൻഡ് വാസ് 1,937 rupees ഇൻ മെറ്റ ആൻഡ് ഗൂഗിൾ. ജനറേറ്റ് ചെയ്ത് 50K, ലിറ്ററലി 26x ആണ് റൊവാസ് കൊണ്ടുവന്നത്. സോ ടെല്ലിങ് ഓൾ ദീസ് തിങ്സ്, ഇതൊന്നും ഞാൻ അക്കാഡമി പോയി പഠിച്ചതല്ല. പ്യുവർലി എക്സ്പെരിമെൻറ്റിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ഐ ഹാവ് എ തിങ്, എക്സ്പെരിമെൻ്റ് ചെയ്യും. ഐ ടെസ്റ്റ് അടിച്ച് നോക്കും ക്രിയേറ്റീവ്സ്, മോസ്റ്റ്ലി മെറ്റ എന്നുള്ള കാര്യങ്ങളിൽ. പിന്നെ ഐ യൂസ് ടു വാച്ച് പീപ്പിൾസ് ഹൂ ഡിഡ് ഗ്രേറ്റ് ലെവൽ മാർക്കറ്റിംഗ് ഇൻ അതർ ബ്രാൻഡ്സ്. ഇപ്പോൾ ചന്ദൻ ജെപ്റ്റോ സൊമാറ്റോ ഒക്കെ ചെയ്ത പുള്ളിക്കാരൻ, ഹി ഈസ് ഡൂയിങ് സംതിങ് കോൾ ബ്രാൻഡ് റീകോളിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കളറിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ someone called പ്രകാശ് വർമ്മയോ, he is the one who brought not പ്രകാശ് വർമ്മ, there is somebody else called ബിഗ് ബില്യൺ ഡേയ്സ് കൊണ്ടുവന്ന ആളാണ് ഇന്ത്യയിൽ. പ്രകാശ് കിട്ടുന്നില്ല. ആളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ഞാനിരുന്ന് കാണും. അപ്പോഴാണ് മനസ്സിലാകുന്ന ഓക്കെ, അതായത് സെപ്റ്റംബർ മാസമാണ് പഞ്ഞമാസം ഇന്ത്യയിൽ. ഈ ഒരു വർഷത്തിൽ സെപ്റ്റംബർ മാസം കച്ചവടം വരാത്തൊരു മാസം എടുത്ത് വൺ ഓഫ് ദ സെയിൽസിന്റെ കൂമ്പാരത്തിന് മാസമാക്കി ആൾ മാറ്റി. ആൻഡ് ആൻ ഇന്ത്യൻ. ആൻഡ് ആപ്പിൾ ഒക്കെ ഇന്ത്യയിൽ കുറച്ചും കൂടെ വൈറാലിറ്റി കൊണ്ടുവന്നത് ഈ ഇന്ത്യക്കാരനാണ്. സോ ഐ യൂസ് ടു വാച്ച് ബില്യൺ പോഡ്കാസ്റ്റ് ഫസ്റ്റ്. പിന്നെ മനസ്സിലായി നമ്മുടെ നിഷല്ല. ഐ നീഡ് ടു വാച്ച് ദിസ് മാർക്കറ്റേഴ്സ് പോഡ്കാസ്റ്റ്, ഹൗ ദേ ആർ ഡൂയിങ്, ഹൗ ദേ ആർ ബിൽഡിങ് എ ബ്രാൻഡ്. സോ അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് കുറച്ചുകൂടി ഈ ഐട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വേറൊരു നിഷിൽ കയറി അവിടെ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് എങ്ങനെ നമ്മുടെ ഇതിൽ കൊണ്ട് നമ്മുടെ സിഗ്നേച്ചറിൽ ചെയ്യാം, അത്ര ഞങ്ങൾക്ക് പഠിക്കുന്നത്. ആ ഒരു ടെബു പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ മനസ്സിലായി. ഐ തിങ്ക് ടു സമ്മറൈസ്, ഐ തിങ്ക് ഒരു ലാസ്റ്റ് ഒരു 7-8 minutes എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് purely about fundamentals you spoke about. Consumer psychology, consumer behavior, understanding the audience, the personas, working on the fundamentals, working on the business, understanding the business, sales, all of this. It's never about marketing. This is the second time discussion coming in when it ultimately comes back to working on your fundamentals. I'll put another thing here. Again, adding on to the conversation that we are having in പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഐ എം പ്രിറ്റി ഷുവർ ഒന്നേ ഒരു ബിഗിനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. 90% ഓഫ് പീപ്പിൾ ഐ നോ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ടൂൾസ് ആൻഡ് അക്കാഡമിക്സ് ആൻഡ് അക്യുലേറ്റ്സിൻ്റെ ബാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും മിസ് ഔട്ട് ആവുന്ന ഒരു സാധനമാണ് ഫണ്ടമെന്റൽസ്. റൈറ്റ്? ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ബിസിനസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഒരു മാർക്കറ്ററുടെ റോൾ എന്താണ്, ആൻഡ് ഒരു മാർക്കറ്ററുടെ റോളിൽ തന്നെ ആ മാർക്കറ്ററുടെ റോൾ ഇൻ ബിസിനസ് എന്താണ്, ആൻഡ് എങ്ങനെയാണ് ആ ബിസിനസ് ഡ്രൈവ് ചെയ്യുന്നുള്ളത് ആർക്കും അറിയില്ല, അല്ലേ? എക്സാക്ട്ലി. സോ ആൻഡ് വൺ വെരി ഗുഡ് തിങ് ദാറ്റ് ഐ സീ ഇൻ യു ഇസ്, ഇപ്പം യു ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് ദാറ്റ്, അല്ലേ? ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഇസ് ഒരുപാട് ആൾക്കാർക്ക് അത് കിട്ടാത്തതാണ്. ആൻഡ് കിട്ടാത്തതിനേക്കാളും കൂടുതൽ അവരത് എക്സ്പ്ലോർ ചെയ്യാത്തതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റൈറ്റ്? സോ ലെറ്റ്സ് സേ ഇപ്പം ടിസ്മിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഐ മീൻ ലെറ്റ്സ് സേ യു ആർ സ്റ്റാർട്ടിങ് ദ ജേർണി ഇൻ 22 റൈറ്റ് നൗ. ഓക്കെ, എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക? വെയർ വിൽ യു സ്റ്റാർട്ട്? വാട്ട് വിൽ യു ഡു? വാട്ട് കൈൻഡ് ഓഫ് വർക്ക് വിൽ യു ഡു? Everything with the conclusions and the insights you have. Okay, അത് ആക്ച്വലി ബ്രില്യൻറ്റ് ചോദ്യമാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സോ അതിലോട്ട് വരുന്നതിന് ഞാൻ ഒരു പോയിന്റ് പറയാം. ഹൗ ഡം ഐ വാസ്. ഓക്കെ.
എൻ്റെ വിചാരം എൻ്റെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ്വ ഡിജിറ്റൽ. ഓക്കെ. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഫസ്റ്റ് സാലറി 10K ആയിരുന്നു. ഓക്കെ. ഞാൻ അതിന്ന് പൈസ വീട്ടിലോട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ 938 രൂപ ബാക്കിയുണ്ടായിരുന്നു. 900 രൂപയ്ക്ക് ഞാൻ .com ഡൊമൈൻ മേടിച്ചിട്ടു. ഓക്കെ. സൈറ്റ് എവിടെ? ഇത്രയ്ക്ക് മണനായിരുന്നു ഞാൻ. എൻ്റെ വിചാരം .com മേടിച്ച സൈറ്റായിരുന്നു. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ്. സോ ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ നോക്കുന്ന ഇൻറ്റേൺസിനോടാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇഫ് യു ആർ റിയലി ഗുഡ് അറ്റ് ദാറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ലേണിംഗ് കർവ് അല്ലേ? അതായത് ടോക്കിംഗ് അബൌട്ട് കണ്ടിന്യൂസ് ലേണിംഗ് അല്ലേ? അത് ഇപ്പോഴും നമ്മളൊരു റിസ്വാനും അത് തന്നെ ആയിരിക്കുമല്ലോ. ഓരോ ആൾക്കാർ ഇങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന യു വിൽ ബി കീപ് ആസ്കിങ് പീപ്പിൾ. അത് ഇറ്റ്സ് വെരി ഗുഡ് തിങ് ടു ഡു ദാറ്റ്. പീപ്പിൾ വിൽ ആസ്ക് മീ ലൈക്ക് നിനക്ക് കണ്ടാമറത്തിന് തൊലിക്കെട്ടിയാ. ലൈക്ക് ദർ ഇസ് നോ ഷെയിം ഇൻ ആസ്കിങ്. ചോദിക്കുന്നത് വരെ നമ്മൾ മണ്ടനുള്ളൂ. തീർച്ചയായിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിമാൻ ആ ടോപ്പിക്കിൽ എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ചെയ്യുന്നുണ്ടാവുക ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, Day 1 അല്ലെങ്കിൽ Day 2, അത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടാവും കോണ്ടന്റ് വൈസിൽ. ആൻഡ് മാർക്കറ്റിംഗ് വൈസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽസ് പഠിക്കും. ഇപ്പോൾ 1 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 10 രൂപയ്ക്ക് വിൽക്കുക എന്നുള്ളത് പോലും അറിയാണ്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഒന്നും എത്താൻ പോകുന്നില്ല. സോ മാർക്കറ്റിംഗ് ഞാൻ പഠിക്കും ബിഫോർ ലേണിംഗ് ദ ടൂൾസ്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം റിസ്വാൻ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം മെറ്റാ ആഡ്സ്, ഇത് ഞാൻ എന്ത് പർപ്പസിന് യൂസ് ചെയ്യേണ്ടത് എനിക്ക് അറിയണം. ഇപ്പം ഞാൻ വിൽക്കുന്ന ഒരു സർവീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെയ്തൊരു കാര്യം ലൈക്ക് ആൻഡ് ഗോ ഫോർ ഗൂഗിൾ ആഡ്സ്. അപ്പോൾ ബിഫോർ ലേണിംഗ് ദ ടൂൾസ് ഞാൻ ഇങ്ങനെ എന്ത് പർപ്പസിനാണ് ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണ് ഞാൻ ഇത് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ മാർക്കറ്റിങ്ങിന് ഫണ്ടമെന്റൽ ഇസ് എ മസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് ഇസ് റിസർച്ചിങ് പഠിക്കും. ഹൗ ടു ഡു എ റിസർച്ച് ഓൺ എ ബിസിനസ്. ബിക്കോസ് അത് നമ്മൾ കറക്റ്റ് പഠിക്കണം. വെൻ ഐ ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങളാണ് മുതലാളി, അതെ, എനിക്ക് മീറ്റിംഗ് ഇടണം, സംസാരിക്കണം, നിങ്ങളെയും കാട്ടിയും നിങ്ങളുടെ ബിസിനസ് എന്താ ഞാൻ അറിയണം. ഓക്കെ, അത് അല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. അപ്പോൾ റിസർച്ച് ബേസ് എന്താണെന്ന് അറിയണം. ആൻഡ് തേർഡ് തിങ് ഈസ് വിച്ച് ഐ ലേൺ വെൻ ഐ റണ്ണിങ് മൈ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം കോർഡിനേഷൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്താലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയാലും എനിക്കൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം. പീപ്പിൾ മാനേജ്മെന്റ്. അതെ, ഇത് 3 നോക്കുന്നുണ്ടോ. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഹൗ, അതായത് ഓൾറെഡി ചെയ്ത് സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ് വന്നത് എന്ന് നോക്കും. ഇതായിരിക്കും ഫസ്റ്റ് 4 ചെയ്യുന്നുണ്ടാവും. കോണ്ടന്റ് വൈസ് ഞാൻ തുടങ്ങും സ്റ്റോറി ടെല്ലിംഗ് പരിപാടി. സെക്കൻഡ് തിങ് ഇസ് ഫണ്ടമെന്റൽസ്. തേർഡ് തിങ് ഇസ് people management, because I'm pretty dumb on that. അപ്പോൾ I need to work on that. I was an introvert back then. And fourth one is ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്. ഫോർത്ത് വൺ ഈസ് റിസർച്ച് കഴിഞ്ഞിട്ട് ദി പീപ്പിൾ മാനേജ്മെന്റ്, how things worked. അല്ല, സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ ചെയ്ത് സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടാണ് വന്നത്, എങ്ങനെയാണ് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ആൻഡ് അതിലൊരു പ്രശ്നമുണ്ട്. ബിക്കോസ് ഞാനിപ്പോൾ ഇന്ന് ഏജൻസി തുടങ്ങി ആൻഡ് ഞാൻ ഇന്നൊരു കോൾഡ് കോൾ ചെയ്യാണ്. ദേ ഡോണ്ട് ട്രസ്റ്റ് മീ. ഓഫ് കോഴ്സ് ദേ ലൈക്ക് വാട്സപ്പ് ചെയ്യേ, പാക്കേജും പ്രൈസിങ്ങും പറയും, നിങ്ങളുടെ സൈറ്റ് അയച്ചത്. പക്ഷേ ഇന്ന് ഞാൻ വിളിച്ചത് ഞാനൊരു ഫ്രീലാൻസറാണ്, എനിക്ക് ഇത്ര മച്ച് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ക്യാൻ ഐ ഹെൽപ്പ് യു, നമുക്കൊന്നിരുന്നാലോ. സോ വെൻ ടൈം ചേഞ്ചസ് ദി ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം മാറി. ഇപ്പം ഞാൻ അന്ന് ഏജൻസി റൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ഫോർ മീ. ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി ദാറ്റ് ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കൺവേർട്ട് ആവും. ഒരു ബ്യൂട്ടി പാർലർ ക്ലയൻറ്റ് വന്നു, ദെൻ ഒരു ജിം വന്നു, ദെൻ ഒരു ബേക്കറി വന്നു. ആൻഡ് ഈ സ്റ്റിൽ കോൾസ് മീ എവറി ക്രിസ്മസ് ആകുമ്പോഴത്തേനും, ഡിസ്മിനെ മോനെ പ്രൊമോഷൻ ചെയ്താലോ. അതൊരു ഇതാണ്. ആൻഡ് ഫിഫ്ത്ത് തിങ് ഇസ് ലൈക്ക് അക്കൗണ്ടബിലിറ്റി, പിന്നെ ഡെഡിക്കേഷൻ പിന്നെയും നോക്കാം. അക്കൗണ്ടബിലിറ്റി വേണം. ബിക്കോസ് ഓരോ റുപ്പീസ് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും വി ഷുഡ് നോ ദാറ്റ് ഓക്കെ somebody's dream is this business and he's investing this much money. അപ്പോൾ അതെന്നാ റിട്ടേൺ കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. ഇഫ് ഇറ്റ്സ് നോട്ട് കമ്മിങ്, ഓക്കെ, എൻ്റെ പിഴ കൊണ്ട് വന്നതാണ്, വി ക്യാൻ ഡു സംതിങ് എൽസ്. സോ അക്കൗണ്ടബിലിറ്റി ഈസ് ലൈക്ക്, ബിക്കോസ് ഞാൻ 100 rupees പെർ ഡേ സ്പെൻഡ് ചെയ്യാൻ പേടിച്ചിരുന്ന ആളാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ 15 lakhs പെർ മന്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്.
സോ ഫോർ മീ ഇസ് ലൈക്ക് അക്കൗണ്ടബിലിറ്റി ഇസ് ദ മെയിൻ തിങ് വെൻ വി റൺ ആഡ്സ്. ആ ഒരു പോസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് ബേസിക്കലി ഫണ്ടമെന്റൽസ്, കോണ്ടന്റ്, റിസർച്ച്, പീപ്പിൾ മാനേജ്മെന്റ്. ആൻഡ് റിസർച്ച് ഇൻ ദ സെൻസ് ഹൗ പീപ്പിൾ ഡിഡ് ഇറ്റ്, സക്സസ്ഫുൾ പീപ്പിൾ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. ഇതായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കൊരു റോഡ് മാപ്പ് കിട്ടും, എങ്ങനെയാണ് അവരെ ബിൽഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊണ്ടുപോകുന്നുള്ളത്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. മോസ്റ്റ്ലി ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അത് ഇത് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനർ ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, അബ്സല്യൂട്ട് പ്രോ ആയിക്കോട്ടെ, ഓൾവേസ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് 3 questions അല്ലേ? വാട്ട്, വൈ ആൻഡ് ഹൗ. റൈറ്റ്, ദാറ്റ് ഇസ് ദ സീക്വൻസ്. എന്നാൽ നമ്മളെപ്പോഴും ആലോചിക്കുക ഹൗ, വാട്ട് ആൻഡ് ലൈക്ക് വൈ ഉള്ളതായിട്ടാണ്. ദാറ്റ്സ് ഓൾവേസ് വാട്ട്, വൈ ആൻഡ് ഹൗ. വാട്ട്, എന്ത് ചെയ്യണം, എന്തിനു ചെയ്യണം. വൺസ് ദീസ് 2 അലൈൻ, എങ്ങനെ ചെയ്യണം, എന്നിട്ട് മാത്രമേ എങ്ങനെ ചെയ്യാന്നുള്ളത് ചിന്തിക്കുന്നുള്ളൂ. റൈറ്റ്, വെരി സിമ്പിൾ ആസ് ദാറ്റ്. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ ടിസ്മിൻ പറഞ്ഞ വേറൊരു സാധനം കൂടി ഉണ്ട്. എസ്പെഷ്യലി ആസ് വി ഗോ ഓൺ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഈവൻ അറ്റ് ദ മൊമെൻറ്റ് ഉള്ളൊരു സ്കില്ലാണ് പീപ്പിൾ സ്കിൽസ്. റൈറ്റ്, പീപ്പിൾ സ്കിൽസ് എന്ന് പറയുമ്പം നിങ്ങൾ ടീമിനെ മാനേജ് ചെയ്യുന്ന സ്കിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ടീമിൻ്റെ കൂട്ടത്തിൽ, ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടപഴകുന്നത് തൊട്ടിട്ട്, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് തൊട്ടിട്ട്, മറ്റുള്ളവർ കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന തൊട്ടിട്ട് എല്ലാം, ബിലീഫ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. റൈറ്റ്, ദീസ് 3 things will matter the most, especially AI coming in, technology coming in, ഒരുപാട് വർക്ക്സ് ഓട്ടോമേറ്റഡ് ആവും, കാര്യങ്ങളൊക്കെ ആവും. വൺസ് ഈ കാര്യങ്ങൾ ഒന്ന് അലൈനായിട്ട്, യു ഹാവ് എ ലോട്ട് ഓഫ് ടെക്നോളജി ദാറ്റ് കം ഇൻ, ഇറ്റ് വിൽ ബി ദ ഡിഫറൻഷിയേറ്റർ വിൽ ബി പീപ്പിൾ ആൻഡ് യുവർ സോഫ്റ്റ് സ്കിൽസ്. റൈറ്റ്, മിക്ക ആൾക്കാരും വർക്ക് ചെയ്യാത്തൊരു ഏരിയയാണ് that thing. Right, you said you are an introvert in marketing, right? That's a good combo actually. An introvert and a marketer is a good combo. കാരണം for an introvert, അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ള സാധനം എങ്ങനെയെങ്കിലും പുറത്ത് കാണിക്കണം. സോ അവരുടെ ക്രാഫ്റ്റിൽ അത് റിഫ്ലക്റ്റ് ആവും. ദ വർക്ക് ദേ ഡു അത് റിഫ്ലക്റ്റ് ആവും. ബട്ട് റൈറ്റ് നൗ ഞാൻ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, യു സ്പീക്ക്, യു ടോക്ക്, ഓൾ ഓഫ് ദാറ്റ് ഇസ് there is a drastic shift is there. I think our shift, I'm assuming it came when you had the exposure of sales. ഒരു പരിധി വരെ, right? So what changed before? Let's say you're a soft, less spoken marketer, now a little bit more composed, opinionated marketer ആവുന്ന സമയത്ത് what changed and how did you change that? Okay, mostly see, ഈ ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ട് എന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. ഐ കെയിം ടു എ പോയിന്റ് വെയർ ഇഫ് യു ഹാവ് ടു ബി ഇൻ ദിസ് ഫീൽഡ് ഓർ ദിസ് ഇൻഡസ്ട്രി, യു ഹാവ് ടു ബി വെരി വെൽ സ്പോക്കൺ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു തോട്ട് വന്നു. സ്റ്റിൽ ഐ വാസ് സ്ട്രഗ്ലിങ്. സോ മൈ ജിം കമ്മ്യൂണിറ്റി അവരൊക്കെയാണ് എന്നെ കുറച്ചും കൂടെ ഒരു ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. ആൻഡ് കമ്മിങ് ടു ദിസ് ഇൻട്രോവേർട്ട് മാർക്കറ്റർ ടു എക്സ്ട്രോവേർട്ട് മാർക്കറ്റർ, ആ ഒരു വേ, ആ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രോവേർട്ട് മാർക്കറ്റർ ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൺ സേ നോ. ആ പ്രശ്നം എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, നോ പറയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെൻ ഐ ഡു ഫ്രീലാൻസ് ക്ലയൻസ്, വെൻ മൈ മാനേജർ ടെൽസ് മീ ഓൾ ദോസ് തിങ്സ്, ഐ വാസ് ലൈക്ക്, എനിക്കറിയാം ഇത് വർക്ക് ആവുമെന്ന് അറിയാം. ദിസ് ക്രിയേറ്റീവ് ഈസ് ഗോണ ഹിറ്റ് ലൈക്ക് എനിത്തിങ്. ഓക്കെ സാർ, മാറ്റാം. എന്നിട്ട് സ്ഥിരം ഈ പൂരപ്പറമ്പ് നോട്ടീസ് പോലെ ഒരു സാധനം ഉണ്ടാക്കും, അത് പോവും, അത് വർക്കാവത്തില്ല, ഐ വിൽ ടേക്ക് ദ ബ്ലെയിം. സോ വൺ ഡേ മൈ ഫാദർ ടോൾഡ് മീ ലൈക്ക്, യു ആർ ഗെറ്റിംഗ് പെയ്ഡ്, യു ആർ ദ എക്സ്പേർട്ട്, യു ഹാവ് ദ സ്കിൽസ്, അതേ നിന്നെ ഹയർ ചെയ്തേക്കുന്നത്. സോ നിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് കിട്ടാനും ഗൈഡൻസ് കിട്ടാനും നിങ്ങൾക്ക് പേ ചെയ്യുന്നു. നിനക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ പണിക്ക് പോകുന്നത്. സോ മൈ ഫാദർ ടോൾഡ് മീ ദാറ്റ് തിങ്. ദെൻ വൺ ഡേ ഞാൻ പറഞ്ഞു, സർ ഇത് വർക്കാവത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഇത് വേണ്ട, നമുക്ക് നമ്മുടെ ഇത് മാറും. ഞാൻ ചെയ്യുന്നില്ല. എവിടെ നിന്നൊരു ധൈര്യം കയറി വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല സാർ, ഇത് വർക്കാവുന്നില്ല. നിങ്ങളിപ്പോൾ 10 കോടി ഇറക്കിയാലും ഇത് വർക്കാവത്തില്ല. ആ ഒരു ഇതിൽ ആൾ പറഞ്ഞു, ഉറപ്പാണോ? ആണ്. ഞാൻ പറഞ്ഞു, എന്നാൽ A/B ടെസ്റ്റിംഗ് ചെയ്യും, വേറെ ചെയ്യും. ആൻഡ് B വാസ് മൈൻ, A വാസ് ഹിസ്, B വർക്കായി. സോ അപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് ഒരു ഒപ്പീനിയൻ വേണം. നമുക്കൊരു സ്റ്റാൻഡ് വേണം. നമ്മൾ എല്ലാവരും പറയുന്ന പോലെ അതിലൊന്ന് ഉറച്ചു നിൽക്കണം. അത് നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും, അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ അത്രയും വ്യക്തതയോടെ പറയുന്നത്. അല്ലാത്ത പക്ഷം അത്രയും ആ ഒരു ഉറച്ച കാര്യം നിൽക്കത്തില്ല.
സോ അവർക്ക് നമ്മുടെ മേത്തുണ്ടാവും ഒരു ധൈര്യം ഉണ്ടാവും. ഈവൻ ഇഫ് അത് പാളിയാലും സാരമില്ല, പോട്ടെ, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതല്ല. ഈവൻ ഇഫ് ഞാൻ പോകുന്ന ടാക്സ് സ്കാനിലാണെങ്കിൽ പോലും വി ഡിഡ് എ ലോട്ട് ഓഫ് ക്രിയേറ്റീവ്. ഇപ്പോൾ ഞാൻ ഇന്നലെ മെനഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തത് ലിറ്ററലി വൈറ്റ് ബോർഡിൽ ഞാൻ എഴുതി വെച്ചു 1 year 2 year 3 year സബ്സ്ക്രിപ്ഷൻ. എനിക്കതൊരു പർച്ചേസ് വന്നു, ഒരു 3 year പ്ലാൻ പോയി. എനിക്ക് ചിലവായത് വൈറ്റ് ഒരു മാർക്കറിൻ്റെ മഷീൻ, ഒരു ഫോട്ടോ എടുത്തതിൻ്റെ ഇതും, എനിക്കൊരു 10K ഒരു സബ്സ്ക്രിപ്ഷൻ വന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, പക്ഷെ അവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ വേ ഐ കൺവേ ദ മെസ്സേജ് ടു ദം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനത്തെ ഔട്ട്കം വരും. ആസ് എൻ ഇൻട്രോവേർട്ട് എനിക്ക് തോന്നുന്നില്ലത് പറയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിരിക്കും, എടാ നീ പറ, നീ ചെന്ന് പറയാം സാറിന് അടുത്ത്, അല്ലെങ്കിൽ നീ സംസാരിക്കും. ഐ ടെൽ ദ ഡിസൈനർ, നീ പറ, ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും, അവരിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് വായിക്കും, അവിടെ ഹീറ്റ് മാപ്പ് അവിടെയാണ്, വായിക്കാൻ ചാൻസ് ഉണ്ട്, നീ പറ. പക്ഷേ വെൻ അത് മാറി ആ ഒരു ഒറ്റ ഒരു ധിക്കാരം എനിക്ക് പറയാം, സാറേ എന്നാൽ പിന്നെ എന്നെ വിട്ടേക്ക്, ലിറ്ററലി ഞാൻ റിസൈൻ ചെയ്ത് പോകാന്ന് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല, ഇത് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ പൈസ പോകുന്നല്ലാണ്ട്. ആഫ്റ്റർ ദാറ്റ് പീപ്പിൾ ആർ കമ്മിങ് ടു മീ ആൻഡ് ആസ്കിങ് മീ, ഇത് വർക്കാവോ, ഇത് ചെയ്യാൻ പറ്റുമോ? ദെൻ ഐ വാസ് ലൈക്ക് യെസ്. നോ പറയുന്ന സമയത്ത് നോ പറയുക, യെസ് പറയുന്ന സമയത്ത് യെസ് പറയുക, മാറി ചെയ്യുന്ന സമയത്ത് മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക, അതോട്ട് വന്നത്. സോ ദിസ് മെയ്ഡ് മീ ടു എക്സ്പെരിമെൻറ്റ്, ടെസ്റ്റ് ആൻഡ് മേക്ക് പീപ്പിൾ തിങ്ക് ഡിഫറെൻറ്റ്. ഇപ്പം അത്രയും കാലം ഈ ഒരു വലിയ ഫോണ്ടും വലിയ കളറുകളും അല്ലെങ്കിൽ അത്രയും റെയിൻബോ കളർ നിന്നാലാണ് ആ ഓണറിൻ്റെ വിചാരം ബിസിനസ് ഫുള്ളാവും, ബിസിനസ് വരത്തുള്ളൂ എന്ന്. അയാൾ പോലും മിനിമൽ മതി കേട്ടോ, നമുക്ക് ആ ടെക്സ്റ്റ് കുറച്ച് ചെറിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ വീഴും ആൾക്കാർ. സോ നമ്മൾ കാരണം അയാളും മാറി ചിന്തിക്കാൻ തുടങ്ങി, ആ ഒരു വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിങ് മാറി തുടങ്ങി. സോ ബീയിങ് ആൻ എക്സ്ട്രോവേർട്ട് മാർക്കറ്ററിനേക്കാൾ ഉപരി റെലവൻറ്റ് കാര്യങ്ങൾ കൊണ്ട് പ്രപ്പോസ് ചെയ്ത മാർക്കറ്റർ എന്ന നിലയിൽ ഐ വോൺ, അങ്ങനെ ഞാൻ പറയും. ഐ ലിറ്ററലി വോൺ, ബിക്കോസ് പീപ്പിൾ ആർ തിങ്കിങ് ദാറ്റ് ഓക്കെ ദിസ് ഗൈ വിൽ കം ടുഡേ, എന്തെങ്കിലും ബ്രെയിൻ സ്റ്റോമിൻ്റെ വരുന്നുണ്ടാവുക, ദിസ് ഗൈ വിൽ ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കും, അത് ഇവഞ്ച്വലി വർക്ക് ആവാൻ ചെയ്യുമെന്നറിയാം. ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീൽ ഹാവ് ബാക്കപ്പ് പ്ലാൻ, ആ രീതിയിൽ. സോ ഇൻട്രോവേർട്ട് ടു എക്സ്ട്രോവേർട്ട് ഈസ് ലൈക്ക്, അതായത് അവിടെ വരും, അവിടെ ഇരിക്കും, ഇതൊക്കെ ചെയ്യും, പോകുന്നുണ്ട്, കാലിലൊക്കെ ചെയ്ത് പോകുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. So I don't know if it's doing real work or not. But if we are expressing the things we are doing, if we are telling them this will work, this won't, we can try this out. So they'll think that okay, this guy knows something, this guy doing something, and this guy bringing results. അപ്പോൾ ഈ ഒരു ഇത് മാറി, അപ്പോൾ ആൾക്കാർ പെർസീവ് ചെയ്യുന്ന രീതി മാറി, നമ്മളെ കാണാൻ നോക്കിക്കാവുന്ന രീതി നല്ലപോലെ മാറിയിട്ടുണ്ടായിരുന്നു. This happened. Yeah, ultimately, again, to summarize ആണെന്നുണ്ടെങ്കിൽ I love summarizing അതുകൊണ്ടാണ് ചെയ്യണം, ബിക്കോസ് ചിലപ്പോൾ അതായിരിക്കും ആൾക്കാർ കാണുന്നുണ്ടാവും, അറിയാം. സോ ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആസ് എ മാർക്കറ്റർ ചെയ്യുന്ന വാട്ട് എവർ ആക്ടിവിറ്റീസിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, അഗെയിൻ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കാര്യം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് ജസ്റ്റിസ് ആണ് ടു ദി അതർ പേഴ്സൺ സിറ്റിംഗ് ഓൺ ദാറ്റ് സൈഡ് ആൻഡ് ഫോർ ദ കമ്പനി ദാറ്റ് യു വർക്കിംഗ് ഇൻ. അത് ക്ലയൻറ്റ് ആയിക്കോട്ടെ, സ്വന്തം കമ്പനി ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഉള്ള കൺക്ലൂഷൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയായിട്ടാണെന്നുണ്ടെങ്കിലും ധൈര്യം ഇല്ല നമ്മളത് ചെയ്തിരിക്കണം. ഗ്രേറ്റ്. സോ one last question. Okay. Yes, where do you want to take your career to? Okay. And where do you see this whole the noise ഉണ്ടല്ലോ about marketing and all of that is there? അതെവിടേക്കാ പോണേ ഇപ്പോൾ എങ്ങനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI എല്ലാ AI. And I was gonna make a content എൻ്റെ പേജിൽ, because like Google destroyed, അല്ല ഗൂഗിൾ ജെമിനി ഡിസ്ട്രോയ്സ് ഇൻ AI ഡിസ്ട്രോയ്സ് ഗൂഗിൾ AI. ജെമിനി ഇപ്പോൾ പോയി, വേറെയാണ് ക്ലോഡ് AI. ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ക്ലോഡ് AI ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ട്രെൻഡിങ് ആയി വരുന്നത്. ഐ വാസ് ലൈക്ക്, അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് അറിയൂ. സി, സോ വാട്ട് ഹാപ്പൻസ് ഇസ് പീപ്പിൾ ആർ ലൈക്ക് AI ഈസ് ദ മെയിൻ തിങ്. ഞാൻ ഇന്നലെയും കൂടെ ഞാൻ പോസ്റ്റ് ഇട്ടു, AI വോണ്ട് റിപ്ലേസ് അസ്. അതായത് AI യൂസ് ചെയ്യാത്തവന്മാർ റിപ്ലേസ്ഡ് ആവും അങ്ങനെ. ബിക്കോസ് ലൈക്ക് വാട്ട് ഐ ലേൺഡ് ഈസ് ലൈക്ക് ടൂൾസ് ഡോണ്ട് ബിൽഡ് ബ്രാൻഡ്സ്, ഹ്യൂമൻസ് ബിൽഡ് ബ്രാൻഡ്സ്. ബ്യൂട്ടിഫുൾ. ഇമോഷൻസ് ബിൽഡ് ബ്രാൻഡ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഈസ് എ കൾച്ചർ റൈറ്റ് നൗ.
ഓക്കെ ഇപ്പം ഞാനൊരു ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ടൊരു ബ്രാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈക്കി, ആപ്പിളിൻ്റെ കേസ് പറയും, നൈക്കി, അഡിഡാസ്, പ്യൂമ. അവിടെ ഒരു രണ്ടുപേര് നടന്നു പോകുന്നു, അതിലൊരാൾ പറയാണ് നമുക്ക് ഷൂസ് മേടിച്ചാലോ, നമുക്ക് നൈക്കിയിൽ കയറാം, ഞാൻ അഡിഡാസിൽ കയറാം. വൈ? അത് എൻ്റെ ഒരു സ്റ്റൈൽ, എനിക്ക് പറയുന്നൊരു സാധനം അഡിഡാസാണ്. ദാറ്റ്സ് ബ്രാൻഡിങ് ഫോർ മീ. അതാണ് ബ്രാൻഡിങ്. എനിക്ക് അത് ഇഫ് ദാറ്റ് ഹാപ്പൻസ് ആസ് എ മാർക്കറ്റർ അല്ലെങ്കിൽ ആസ് എ ബിസിനസ്, അത് കിട്ടുന്നുണ്ടെങ്കിൽ ദേ വോൺ. ദാറ്റ്സ് എ മാർക്കറ്റിംഗ് ഫോർ മീ. ഇപ്പം ഐ എം എ സാംസങ് യൂസർ ആൻഡ് people will kill me that like why can't you buy an iPhone, you're doing all those content videos in super alle. Samsung is my thing. iPhone is like nah, Samsung is my thing. So Samsung won at that point. So for me that's branding. So they have built a culture more than a brand that people are saying this works for me, or this brand works for me. I'll wear only this clothes, or this is making me much comfort. In the comfort ഒക്കെ സെയിം മെറ്റീരിയൽ ആണ്, എല്ലാ തുണിയും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. വാട്ട് മേക്സ് ഈസ് ദാറ്റ് ബ്രാൻഡ്. സോ എനിക്കത് ഭയങ്കര റിലവൻ്റ് തോന്നിയ കാര്യമാണ്. ബട്ട് വാട്ട് നൗ ഡേയ്സ് ആർ ഡൂയിങ് ദിസ്, AI ഈസ് കമ്മിങ് അപ്പ്, പീപ്പിൾ ആർ ലൈക്ക് AIൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പം ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ AI ആണ്. 100 മിനിറ്റിൽ 1000 വട്ടം പറയുന്നുണ്ടോ AI എന്നുള്ളത്. ദാറ്റ് മേക്സ് മീ ഫീൽ ലൈക്ക് ഇസ് ഇറ്റ് എക്സാജറേറ്റിംഗ്, അല്ലെങ്കിൽ ഇത് അഗ്രസീവായിട്ടൊരു ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അഗ്രസീവായിട്ട് കൊടുക്കുകയാണ് ആൾക്കാർക്ക് ആൻഡ് മേക്ക് പീപ്പിൾ ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലായാലും ഡിസൈനിങ്ങിലായാലും എൻ്റെ ഡിസൈനേഴ്സൊക്കെ പേടിച്ചിരിക്കുകയാണ്. ജെമിനി വരുന്ന പ്രോംപ്റ്റും അവരുടെ അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ സ്കിൻ പോർ പോലും കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ദേ ആർ ലൈക്ക് പോവോ, ജോലി പോവോ, ഇതാവോ. ലൈക്ക് ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് ചിലപ്പോൾ 2 വാക്കേ ഉണ്ടാവുള്ളൂ. അത് കാണുന്നവൻ തിരിയുന്നുണ്ടോ, നീ ജയിച്ചു. You won't be replaced by AI. So AI is the main thing which is going on. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സീയിങ് എ പ്ലേസ് വെയർ വേണമെങ്കിൽ ഒരു ഹ്യൂമർ റൂത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സെല്ലിങ് സം AI കോഴ്സ് ഓർ AI ഏജൻറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ അങ്ങനെയല്ല. ഐ പ്രിഫർ ഓർഗാനിക്. Maybe I'll be only marketer who will be doing organic content maybe in the next 5 years or 10 years. So I think people will come to me saying that എല്ലാം AI, എനിക്ക് ടിസ്മിൻ്റെ ഓർഗാനിക് മതി. സോ ഐ എം ഡ്രീമിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ആസ് ഐ സെഡ് പീപ്പിൾ ബിൽഡ് ബ്രാൻഡ്സ്, നോട്ട് AI. സോ ഐ നീഡ് ടു എ മാർക്കറ്റർ വെയർ പീപ്പിൾ ട്രസ്റ്റ് മീ, പീപ്പിൾ തിങ്സ് മീ ഐ എം ക്രെഡിബിൾ, and people think that, or entrepreneurs or business owners think that okay, this guy have a solution, or this guy will come with a solution for my business to scale, or to grow the business. So ultimately I'm doing that, and also making my close ones proud also. Like Tismin came all the way up and doing all those things. Really, to add one more thing about AI, എല്ലാവരും AI കുറിച്ച് ചിന്തിക്കുന്നത് റോങ് ആയിട്ടാണ്. വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, അത് എല്ലാവരും AI എന്ന് പറയുന്ന സമയത്തേക്കായിട്ട് ചിന്തിക്കുന്നത് ഓക്കെ ഐ ഗെറ്റ് AI, ഞാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് പോകണം എന്നുള്ളടത്തേക്കായിട്ട് എവരിബഡി ഈസ് ലുക്കിംഗ് അപ്വേർഡ്. എന്നാൽ ഐ തിങ്ക് യു ഷുഡ് ലുക്ക് ദി അതർ വേ ഡൗൺ. താഴേക്ക് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നത്, ഡൗൺവേർഡ്. യു ഷുഡ് fall back to the basics. ഇവിടെയാണ് വാട്ട്, വൈ ആൻഡ് ഹൗ വരുന്നത്. ഈ ഹൗവിലാണ് AI വരുന്നത്. ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് കമ്മിങ് ഇൻ. ഈ വാട്ട് ആൻഡ് വൈ ആണ് the most important thing. Like things, basics, fundamentals, consumer, people, belief, emotions, behavior, all of that comes in there, right? What and why നമ്മൾ എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യുന്നോ, ദാറ്റ് ഈസ് എത്രത്തോളം താഴേക്ക് പോകുന്നോ അത്രത്തോളം യു ക്യാൻ യൂസ് AI ടു ഫിഗർ ഔട്ട് ദ ഹൗ, and that will make you more valuable than directly going okay AI vannu, how am I going to use it, how am I going to use it, how am I going to use it. That is wrong. Ella areas lo to, I mean not in just marketing, ella areas lo. So thank you Tismin, thank you so much for being here. Is there anything that you want to add at the end of this conversation? I think it's more like see there are few people, verilla കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു who saw me struggling. നേരത്തെ പറഞ്ഞ പോലെ കൂടെ പഠിച്ചവരൊക്കെ, അതായത് പ്രവേശനോത്സവം, ഓണം, ക്രിസ്മസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് അപ്പം ഒരുപാട് പേര് ഹെയ്റ്റ് ഉണ്ടായിരുന്നു. കോളേജിൽ കയറുന്നില്ലേ, മാർക്ക് കുറവാണോ,
ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണോ എൻ്റെ അപ്പൻ്റെ അടുത്ത്, മനോജ് ചെക്കനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അപ്പോൾ ഐ ഫേസ് ഓൾ ദോസ് തിങ്സ് ആൻഡ് പീപ്പിൾ വിൽ ഗോ ടു മൈ പാരൻസ് ആൻഡ് ആസ്കിങ് എന്തൊന്നും ചെയ്യാത്ത എന്തെങ്കിലും പോകുന്നത്. ആൻഡ് സ്റ്റിൽ പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഐ എം ഡൂയിങ്. They think that I'm roaming around the world and roaming around and not doing nothing. But there are few people, including my family, my close friends. So I need to say that I did it. I am doing something with my life. I'm helping people. I'm helping business. I'm helping business to grow. So actually എനിക്ക് proud moment അല്ല. See, I am a person who always think that okay, level unlock ചെയ്തു, ഞാൻ അടുത്ത level. But the people who saw me struggling, അവർക്ക് ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. ബിക്കോസ് ദേ വിൽ ബി ജെന്യുവൻലി ഹാപ്പി. ആൻഡ് എൻ്റെ അമ്മ പറഞ്ഞിടത്തോളം പീപ്പിൾ ഹൂ വിൽ ബി ജെന്യുവൻലി ഹാപ്പി വിത്ത് യുവർ ലൈഫ്, അങ്ങനത്തെ ആൾക്കാർ കിട്ടുന്നത് വളരെ ഭാഗ്യം. സോ താങ്ക് യു ഫോർ ബിലീവിങ് മീ ടു ഓൾ ദോസ് ഫ്രണ്ട്സ്. കടം തന്നതിന്, എന്നെ ഹെൽപ്പ് ചെയ്തതിന്, എന്താ പറയുക, ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്തതിന്, എസ്പെഷ്യലി ജാസിം, മൈ പാർട്ട്ണർ, എൻ്റെ ഏജൻസി ചെയ്ത് ജാസിം മുഹമ്മദ്. ഈസ് ഓൾസോ റണ്ണിങ് ഏജൻസി റെഡ് ഡോട്ട് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട്, റെഡ് ഡോട്ട് കൺസൾട്ടൻസി. സോ താങ്ക് യു ജാസിം ആൻഡ് യാ ഓൾ ദോസ് പീപ്പിൾ. ഫൈനൽ ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഐ വേ ടു ക്ലോസ്, ഇറ്റ്സ് നെവർ റിയലി അബൌട്ട് നമ്മുടെ ഡിഗ്രി, നമ്മളെ ലേബൽസ്, ഡെസിഗ്നേഷൻസ്, അതൊന്നുമല്ല. അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് വാല്യൂ യു ഗിവ് ടു ദ വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു നോ എന്ത് വാല്യൂ ആണ് ലോകം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഒരുപാട് വാല്യൂ അങ്ങോട്ട് കൊടുത്തു, ഇപ്പോൾ ഒരുപാട് വാല്യൂ അങ്ങോട്ട് തരുന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്നതിൽ, ആൻഡ് ഇൻഡയറക്ട്ലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ജേർണിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും വി ആർ വെരി ഹാപ്പി ആൻഡ് വെരി വെരി പ്രൗഡ് ആസ് ഹാക്ക ആയാലും. അന്ന് ഞാൻ കണ്ട ആഡ്, അല്ലെങ്കിൽ ഐ വോണ്ട് ബി സിറ്റിംഗ് ഹിയർ, ഐ വോണ്ട് ബി ഡൂയിങ് എനിത്തിങ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ആഡ് കണ്ടിട്ട് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാതെ, ഇഫ് എനിബഡി ഹാവ് ഡൺ ഇറ്റ്, വൺ എക്സാമ്പിൾ ഇസ് ഹിയർ. സോ വി ആർ നോട്ട് സ്റ്റോപ്പിംഗ് റണ്ണിങ് ആഡ്സ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ്. സോ താങ്ക് യു മാൻ, താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. യെസ് യെസ്.